സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ട്രഷറിയിൽ മിച്ചമുള്ളത് ഏതാണ്ട് 800 കോടി രൂപ മാത്രം. ഇന്ന് മാത്രം ട്രഷറിയിൽ ചെലവ് വരിക 1200 കോടിയിൽ കൂടുതലും. നാളെയോ മറ്റന്നാളോ സർക്കാർ ജീവനക്കാർക്ക് ഈ മാസത്തെ ശമ്പളവും പെൻഷനും നൽകണം. അതിനു വേണ്ടത് 3000 കോടിയോളം രൂപ. 800 കോടിയുടെ മിച്ചം വെച്ച് എങ്ങനെ ഈ ചെലവുകൾ ചെയ്യുമെന്നതാണ് ധനവകുപ്പിനെ കുഴക്കുന്നത്. സർക്കാർ വകുപ്പുകളുടെ കയ്യിലുള്ള കോടിക്കണക്കിന് രൂപ വാണിജ്യ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് തിരിച്ച് ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്ന് ധനവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. തിരികെ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. സഹകരണ ബാങ്കുകൾ ട്രഷറിയിൽ പണം നിക്ഷേപിക്കണമെന്ന നിർദ്ദേശവും ഇന്നലെ ഉണ്ടായി. ഇത്തരത്തിൽ 1200 കോടി സമാഹരിക്കാനാണ് ധനവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഇന്നലെ തന്നെ ചില സഹകരണ ബാങ്കുകൾ പണം നിക്ഷേപിച്ചു. കൂടുതൽ ബാങ്കുകൾ ഇന്ന് പണം നിക്ഷേപിക്കുമെന്നാണ് അറിയുന്നത്. ക്ഷേമനിധികളിൽ നിന്ന് ഇന്നലെ 400 കോടി ട്രഷറിയിൽ നിക്ഷേപിച്ചു. വാണിജ്യ നികുതി വക 500 കോടിയും എത്തി. ഇന്നും 500 കോടിയോളം രൂപ ഇത്തരത്തിലെത്തുമെന്ന് ധനവകുപ്പ് കണക്കുകൂട്ടുന്നു. ഇതെല്ലാം ചേർത്ത് ഈ സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തിയാക്കാമെന്നാണ് ധനവകുപ്പിന്റെ പ്രതീക്ഷ. എന്നാലും ഈ മാസത്തെ ശമ്പളത്തിനും പെൻഷനും വേണ്ട 3000 കോടി കണ്ടെത്തുക എളുപ്പമല്ല. നാളെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതോടെ പുതിയ കടമെടുപ്പ് പരിധി നിലവിൽ വരും. കേന്ദ്ര സർക്കാരിന്റെ ഗ്രാന്റും ലഭ്യമാകും. പുതിയ സാമ്പത്തിക വർഷത്തിലേക്കുള്ള കേന്ദ്ര ഗ്രാന്റ് പെട്ടെന്ന് ലഭ്യമാക്കാനുള്ള നടപടികളും ആരംഭിച്ചു. ഇത് ലഭ്യമാകുന്നതോടെ ശമ്പളവും പെൻഷനും മുടങ്ങാതെ നിലവിലെ പ്രതിസന്ധി തരണം ചെയ്യാനാവും എന്ന് ധനവകുപ്പ് കണക്കുകൂട്ടുന്നു. മീഡിയ 1 തിരുവനന്തപുരം.